തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. അഴലാർന്ന ജീവിതം നയിക്കുന്ന എല്ലാവർക്കുമുള്ളതാണ് ഈ സന്ദേശം. വേദനകൾക്ക് ഉത്തരമെന്തെന്ന്, അല്ലെങ്കിൽ വേദനകളെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ മാറ്റാമെന്ന് ഒരു കാലഘട്ടം മുഴുവനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും വലിയൊരു അന്വേഷണം നടത്തിയത് ബുദ്ധന. അയാൾ നീണ്ട നാളത്തെ ധ്യാനത്തിനൊടുവിൽ പറഞ്ഞു, ജീവിതത്തിൽ നിന്ന് ദുഃഖത്തെ മാറ്റാം. ദുഃഖത്തിന് കാരണം ആഗ്രഹമാണെന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക. പക്ഷേ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ പറ്റത്തില്ലെന്ന് ചരിത്രം നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈശോയുടെ ഒരു ഉത്തരം ശ്രദ്ധിക്കുകയാണ്. ഈശോ നമ്മളോട് മനോഹരമായിട്ടുള്ള ഒരു വചനം പറയുന്നുണ്ട്. ഈശോയുടെ താക്കോൽ വാക്യം എന്ന് വേണം നമ്മളതിനെ വിളിക്കുവാനായിട്ട്. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഈശോ പരോക്ഷമായിട്ട് നമ്മളോട് പറയുക, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കുരിശുണ്ടാകും. കുരിശുകളെന്ന് ഈശോ പറയുന്നില്ല, ഒരേ ഒരു കുരിശ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുമെന്ന് ഈശോ നമുക്ക് ഉറപ്പോടുകൂടെ പറയുകയാണ്. അപ്പോഴെന്താണ് കുരിശെന്ന് പറയുന്നത്? നമ്മളുടെ ജീവിതത്തിലെ സഹനങ്ങൾക്കുള്ള ഉത്തരമാണ്. ക്രോസ് ഈസ് ദ സം ടോട്ടൽ ഓഫ് എ മാൻ സഫറിങ്. ഒരു മനുഷ്യായുസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളുടെയും സമുച്ചയമാണ് കുരിശെന്ന് നിർവചനം നമുക്ക് നൽകിയത് മഹാനായിട്ടുള്ള ഫുൾട്ടൻ ഷീന. അതെ, കുരിശെന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത എല്ലാ ദുഃഖങ്ങളുടെയും സമുച്ചയമാണ്. ഈശോയ്ക്കും ഉണ്ടായിരുന്ന ഒരു കുരിശ്. എന്നാൽ അത് റോമാക്കാരോ യഹൂദരോ ഈശോയുടെ തോളിൽ എടുത്തു വെച്ച് കൊടുത്തതല്ല. പകരം ഈശോ സ്വയം നിർമ്മിച്ചതായിരുന്നു. ഈശോ സ്വയം കണ്ടെത്തിയതാണ്. അതായിരുന്നു കുരിശ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ചേർത്ത് വെച്ച് ഈശോ മനോഹരമായിട്ട് നിർമ്മിച്ച ഒന്ന്. ഈശോ തച്ചനാണ്. എങ്ങനെ കുരിശുണ്ടാക്കണമെന്ന് അറിയാവുന്ന നല്ല പണിയാളൻ. അപ്പോൾ ഈശോ നിർമ്മിച്ച കുരിശ് ഏറ്റവും മനോഹരമായിട്ടുള്ള കുരിശാണ്. നമ്മളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ മറികടക്കാൻ ഇതേ മാർഗമുള്ളെന്ന് ഈശോ നമ്മളോട് പറയുന്നു. ഒഴിവാക്കാനാവാത്ത ചെറുതും വലുതുമായിട്ടുള്ള സഹനങ്ങളും ദുഃഖങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കുരിശ് നിർമ്മിക്കുക. ആ കുരിശായിരിക്കും നമ്മളുടെ രക്ഷയുടെ അടയാളം. ഇനി മുതൽ നമുക്ക് ഈ തച്ചനോട് പ്രാർത്ഥിച്ചു തുടങ്ങാം, നന്നായിട്ട് കുരിശ് പണിയുന്നതിന് വേണ്ടിയിട്ട്. അനുഗ്രഹിക്കട്ടെ.